ഈശോ മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും പെന്തക്കോസ്ത തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുകയാണ്. ഒരിക്കല് ഒരു ഇടവകയില് എല്ലാ ഞായറാഴ്ചയും പതിവായിട്ട് ബലിയിൽ പങ്കെടുത്തിരുന്ന ഒരു യുവാവിനെ കുറച്ചു നാളുകളായിട്ട് കാണാതിരുന്ന വികാരിയച്ഛൻ ഒരു സൗഹൃദ സംഭാഷണത്തിനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തുകൊണ്ട് ആ സഹോദരന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. തണുപ്പുള്ള ഒരു സ്ഥലമാണ്, രാജ്യമാണ്. അതുകൊണ്ട് വീടുകളിലെല്ലാം നെരിപ്പോട് ഫയർ പ്ലേസ് സജ്ജമാക്കിയിട്ടുണ്ട്. വികാരിയച്ഛന്റെ ആഗമനമറിഞ്ഞ് വാതിൽ തുറന്ന് ഈ സഹോദരൻ വികാരിയച്ഛനെ സ്വീകരിച്ച് ഈ ഫയർ പ്ലേസിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ഇരുന്നു കൊണ്ട് അവര് സൗഹൃദ സംഭാഷണം ആരംഭിക്കുകയാണ്. വികാരിയച്ഛൻ വിവേകത്തോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ പള്ളിയിലെ ആബ്സൻസിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല, മറിച്ച് വീട്ടിലെയും ഇടവകയിലെയും കാര്യങ്ങൾ അവര് സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ തീയിൽ നിന്ന് ഒരു ചെറിയ കത്തിക്കൊണ്ടിരുന്ന ഒരു തടിക്കഷ്ണം ഈ വികാരിയച്ഛൻ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നിലത്തേക്ക് ഇടുന്നു. മനസ്സില് ഈ യുവാവ് വിചാരിച്ചു, എന്ത് പ്രവൃത്തിയാണ് വികാരിയച്ഛൻ ചെയ്യുന്നത്? തീയിൽ നിന്ന് തടിക്കഷ്ണം മാറിക്കഴിയുമ്പോൾ അതിലെ തീ നഷ്ടമാകും, അത് ചാരമായിട്ട് പോകും. വികാരിയച്ഛൻ അല്പം മൗനത്തിന് ശേഷം ആ കത്തിക്കൊണ്ടിരുന്ന തടിക്കഷ്ണത്തിലെ ചാരമൊക്കെ ഊതിക്കളഞ്ഞിട്ട് വികാരിയച്ഛൻ ആ തടിക്കഷ്ണം വീണ്ടും തീയിലേക്ക് ഇട്ടു. അത് വീണ്ടും കത്തുവാനും പ്രകാശവും ചൂടും പകരുവാൻ തുടങ്ങുകയാണ്. കഥയുടെ മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. തീയോട് തടിക്കഷ്ണം ചേർന്നിരിക്കുമ്പോൾ അത് കത്തും, അത് പ്രകാശിക്കും, ചൂട് പകരും. ഇല്ലെങ്കിൽ അത് ചാരമായിട്ട് നാമാവശേഷമായിട്ട് തീരും. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത തിരുനാള് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ്. നമുക്കും ആത്മാർത്ഥമായിട്ട് ആത്മശോധന ചെയ്യാം. നമ്മൾ ഓരോരുത്തരും കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ കൃപകളും ദാനങ്ങളും നമ്മളിൽ ആളിക്കത്തുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ദാനങ്ങളും ഫലങ്ങളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതോ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നുമൊക്കെ മാറി നമ്മൾ ചാരം കണക്കെ നമ്മൾ ജീവിച്ച് പോവുകയാണോ? പൗലോസ് അപ്പോസ്തലൻ എഫേസസ് സന്ദർശിക്കുന്ന അവസരത്തില് തന്റെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് വിശ്വാസം സ്വീകരിച്ചപ്പോൾ, നിങ്ങൾ വിശ്വാസികളായപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു? നിഷ്കളങ്കതയിൽ നിന്ന് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ പരിശുദ്ധാത്മാവ് എന്നൊരു സംഗതി കേട്ടിട്ട് പോലുമില്ല. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയും അവരെ ഒരുക്കുകയും അവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പരിശുദ്ധാത്മാവുള്ളവരാണ് എന്ന് പറഞ്ഞ് കള്ളന്മാരാകാതെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും കൃപകളുമൊക്കെ നവീകരിച്ച് അത് പകർന്നു കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് മാറാം. നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ വായനയില് അപ്പോസ്തല പ്രവർത്തനങ്ങള് 2-ാം അധ്യായം 1 മുതലുള്ള വാക്കുകൾ വായിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങള്, അടയാളങ്ങള്. ശിഷ്യന്മാര് ശക്തി പ്രാപിക്കുകയാണ്. പേടിച്ചിരുന്ന ശിഷ്യന്മാര് ശക്തിയുക്തമായിട്ട് സമൂഹമത്തെ ഇറങ്ങിയിട്ട് വിശുദ്ധ പത്രോസും കൂട്ടരും പ്രഘോഷിക്കുകയാണ് ക്രൂശിതനായ ഉത്ഥിതനായ ഈശോയെ. പരിശുദ്ധാത്മാവ് അവരുടെ മിഷൻ, അവരുടെ മിനിസ്ട്രി അടയാളങ്ങൾ കൊണ്ട് സ്ഥിരീകരിക്കുകയാണ്. അവര് പ്രവചിക്കുകയും രോഗികളെ സൗഖ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുകയാണ്. ജോയൽ പ്രവാചകനും നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർക്ക് അവർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ യുവതീവാക്കള് അവര് പ്രത്യാശയുള്ള വ്യക്തികളായിട്ട് സമൂഹത്തിൽ മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ തിരുനാളില് പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നവീകരിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഈ തിരുനാളില് ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും സമൂഹമത്തിൽ ജീവിക്കുവാൻ, ഇനി മുതല് ഭയമില്ലാതെ നാണമില്ലാതെ ക്രൂശിതനായ ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, അവന് യോജിച്ച വ്യക്തിയായിട്ട് ജീവിക്കുവാൻ, പ്രവചിക്കുവാൻ, വിവിധ ഭാഷകൾ സംസാരിക്കുവാൻ,
കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് വിശുദ്ധ നൂമാന്റെ പ്രാർത്ഥന നമുക്ക് ആവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ റിഫ്രഷൻസ് അവസാനിപ്പിക്കാം. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളുടെ നാവുകൾ സംസാരിക്കട്ടെ, ഞങ്ങളുടെ ചെവികൾ കേൾക്കട്ടെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നിന്നെ അന്വേഷിക്കുവാൻ തുറക്കപ്പെടട്ടെ, ഞങ്ങളുടെ കരങ്ങൾ ലോകത്തെ മുഴുവൻ സ്പർശിക്കട്ടെ. അങ്ങനെ ലോകം മുഴുവൻ നവീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആമേൻ.